ഞാൻ മരിക്കുന്ന കാലം വരെ ഈ ഫോട്ടോയും കെട്ടിപ്പിടിച്ചിരിക്കണ്ടടാ പൊന്നു മോനെ. ഞാനെങ്ങനെ തയ്ക്കും മക്കളെ? ഒരു പെറ്റ തള്ളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ സങ്കടപ്പെട്ട് നിന്നെ അറുത്തിട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോലും എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോടാ മോനെ. 18 വയസ്സ് മാത്രം പ്രായമുള്ള വിവേക് എന്ന യുവാവ് സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ 8-നായിരുന്നു സംഭവം. നിങ്ങളെല്ലാവരും അറിഞ്ഞതായിരിക്കും. ഒരു നാടിനെ തന്നെ നടുക്കിയ ദുരന്ത വാർത്തയായിരുന്നു അത്. എന്നാൽ വിവേക് മരണപ്പെട്ടതിന് പിന്നിലെ കാരണം പ്രണയ നൈരാശ്യമായിരുന്നു. പഠിക്കാൻ പോകണ്ട, നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് അവള് തന്നെ എൻ്റെ മോനെ പഠിക്കാനും താമസിച്ചില്ല. നിരന്തരം അവള് ആത്മഹത്യ ചെയ്യും, വിളിച്ചോണ്ട് പോകണമെന്നൊക്കെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് ടോർച്ചർ ചെയ്ത് എൻ്റെ മോനെ അവളെ കൊന്ന്. അവള് സുഖമായിട്ട് ജീവിക്കണം. എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെട്ട് ഞാനിനി ആർക്ക് വേണ്ടി ജീവിക്കണം? ആ മരണത്തിന് പിന്നിൽ ഒട്ടനവധി ദുരൂഹതകളുമുണ്ട്. വിവേക് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിനടുത്തുള്ള പയ്യനാണ്. സ്വാഭാവികമായിട്ടും ഡെയിലി കാണുന്നൊരു പയ്യനും കൂടിയാണ്. അപ്പം ഇവർ തമ്മിലുള്ള പ്രണയബന്ധം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതാണ്. ഒരുപാട് ദിവസങ്ങളിൽ ഇവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രായത്തിൻ്റെ ഇതെല്ലാം അങ്ങനെ പോട്ടെന്ന്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെന്ന് പറയുന്നവർ കുറച്ച് പയ്യന്മാർ വന്നിട്ട് ഇവനെ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവനെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത്. അവിടെ പോയതിന് ശേഷം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ വന്ന ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ മംഗലാപുരം പോലീസും എല്ലാവരും അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാവണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവേക് മരിക്കുന്നതിന് തൊട്ടു മുൻപ് വിവേകിൻ്റെ കാമുകിക്ക് കുറച്ചധികം വോയിസ് മെസ്സേജുകൾ അയച്ചിരുന്നു. എന്നാൽ ആ വോയിസ് മെസ്സേജുകൾക്കൊന്നും മറുപടി കാമുകി നൽകിയില്ല. മറുപടി നൽകിയില്ലെന്നു മാത്രമല്ല, തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ആരുടെടുത്തൊന്നും പറഞ്ഞില്ല. അത് അവൻ കിടന്ന് പറയുന്നത് ഞാൻ തോന്നിയത്. പിന്നെ എനിക്ക് കാര്യമൊന്നും അറിഞ്ഞുകൂടെ. എത്ര നേരം കൊണ്ട് ചോദിക്കുന്നു നിൻ്റെ അടുത്ത്, ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൂടെ? വേറെ ഒന്നും വേണ്ട, എന്നെ കൂടെ നിന്നാൽ മാത്രം മതിയടി. ഞാൻ ഒന്നും കാണിക്കൂലടി, സത്യമായിട്ട് കാണിക്കൂല. മകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ സ്വന്തം അമ്മ മകൻ്റെ കഴുത്തിലെ കയർ അറുത്തുമാറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. എൻ്റെ മോൻ മരിക്കണതിൻ്റെ അന്നേ ദിവസം ഞാൻ ഈ തുണി കഴുകാൻ വേണ്ടി പോയിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ്, ആദ്യം മോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു കാപ്പി ഇരട്ടാ മോനെന്ന് വെച്ച് പറഞ്ഞ് കാപ്പി ഇപ്പോൾ വേണ്ടമ്മ എന്ന് പറഞ്ഞ്. പിന്നെ രാവിലെ കാപ്പി കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കാപ്പി ചോദിച്ചപ്പോൾ കൊടുക്കട്ടാന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ചോറും വേണ്ടാന്ന് മോൻ പറഞ്ഞായിരുന്നു. ചോറും വെച്ചായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ തുണി കഴുകാൻ വേണ്ടി ഞാൻ പോയി. എൻ്റെ മോൻ്റെ അടുത്ത് മോൻ തന്നെ പറഞ്ഞ് തുണി അമ്മ അതിന് മുമ്പേ തുണി കഴുകാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തുണി കഴുകാൻ പോകാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ തുണി കഴുകാൻ വേണ്ടി പോയപ്പോൾ ഇളയ കൊച്ച് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പേ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മൾ തുണി സർപ്പിൽ താത്തിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ മോൻ അവിടെ തന്നെ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കരഞ്ഞിട്ടൊന്നുമില്ല, മുഖത്ത് എന്നത്തെ പോലെ തന്നെ ഇരുന്നിരുന്നത്. എന്നാലും വലിയ സന്തോഷത്തിലൊന്നുമല്ല എൻ്റെ മോൻ ഇരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കിയപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. റൂമിൻ്റെ ഫ്രണ്ടിൽ വാതിൽ വന്ന് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ റൂം പൂട്ടിയിരിക്കണം. അപ്പം ഞാൻ ഇളയ കൊച്ചും കൂടി വന്ന് പിന്നെ മോനേന്ന് ഞാൻ കുറേ വിളിച്ച്. മറ്റേത് എൻ്റെ മോൻ എത്ര റൂം പൂട്ടിയിരുന്നാലും ഞാൻ വിളിച്ചാൽ കഥവ് തുറക്കണം മോനാണ്. അന്നത്തെ ദിവസം എൻ്റെ മോൻ കഥവും തുറന്നില്ല. ഞാൻ എന്നിട്ട് തിരിച്ച് എൻ്റെ ഇളയ കൊച്ചിനെ വിളിച്ചും കൊണ്ട് പോയി വേറെ റൂം ജനലിൻ്റെ അവിടെയൊക്കെ വന്ന് തട്ടി വിളിച്ചിട്ട് ഒരനക്കമില്ല. അവസാനം ഞാൻ വന്ന് എനിക്ക് അപ്പോഴും മറ്റേത് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ മോൻ വിളി കേൾക്കണ മോനാണ്. അങ്ങനെ ഞാൻ കതവ് ചവിട്ടിയപ്പോഴത്തേക്ക് തുറന്നില്ല. ആ കതവിൻ്റെ വിടവിൽ കൂടെ ഞാൻ കണ്ട് എൻ്റെ മോൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അടുത്ത് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക വീട്ടിലായിരുന്നു ഈ സംഭവം. അപ്പോഴാ വീട്ടിൻ്റെ ഉടയൻ ആൻറ്റിയുടെ സഹോദരൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ കരഞ്ഞും കൊണ്ട് ഓടി ചെന്ന് മാമ എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞപ്പം ആ മാമ ഓടി വന്നിട്ട്
അടുത്ത് 2 മാമന്മാർ റോഡിൽ പോകായിരുന്നു. അവരെയും വിളിച്ച് നിർത്തിയിട്ട് ആ മാമൻ ഞാൻ പറഞ്ഞു, മാമ ഒന്ന് കതവ് ചവിട്ടി തുറയെ മാമ, ഞാൻ ചവിട്ടിയിട്ട് തുറക്കില്ല. അപ്പോൾ ആ മാമൻ പറഞ്ഞ് ബോഡി തുടരുതെന്നും പറഞ്ഞ് ഒരു കതവ് ചവിട്ടി തുറന്ന മാമന് എല്ലാവരും കൂടി എന്നെ പിടിച്ച് വെളിയിൽ തള്ളി, ബോഡി തുടരലെന്നും പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് എൻ്റെ ഇളയ മോനെയും വിളിച്ചുകൊണ്ട് അവരാരും കാണാതെ ഒളിച്ച് വന്ന് എൻ്റെ ഇളയ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മക്കളെ ചേട്ടൻ്റെ കാല് പൊക്കി പിടിയിടാന്നും പറഞ്ഞ് പൊക്കി പിടിച്ച് ഞാൻ അറുത്തിട്ട് എൻ്റെ മോനെ ശ്വാസം കൊടുക്കാനൊക്കെ നോക്കി. എന്നിട്ട് എല്ലാവരെയും ഞാൻ വിളിച്ചു, ആരും വന്നില്ല. ഒരുപാട് ജനങ്ങൾ ഓടിക്കൂടി വന്നിട്ട് ആരും എൻ്റെ മോനെ രക്ഷിച്ചില്ല. എന്നിട്ട് 108 വിളിച്ചായിരുന്നു, അപ്പോഴതും കിട്ടിയില്ല. പിന്നെ കുറേ നേരം എൻ്റെ മോനെ അവരവിടെ തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് എൻ്റെ മോനെ ഒന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരെയും കൈയും കാലും പിടിച്ചിട്ട് ആരും എൻ്റെ മോനെ കൊണ്ടുപോയില്ല. അവസാനം വണ്ടിയിൽ ഞാൻ എൻ്റെ ഇളയ കൊച്ചും കയറിയപ്പോൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഒന്ന് ആരെങ്കിലും വണ്ടി കയറണമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യരും കയറിയില്ല. ഞാനും എൻ്റെ കൊച്ചുങ്ങളും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എൻ്റെ ചേട്ടൻ്റെ ഫോണില്ലാതിരുന്നുകൊണ്ട് എൻ്റെ ചേട്ടനെ വിളിക്കാൻ പറ്റിയില്ല. മൂത്ത ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ അവിടെ വന്ന്. അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മോന് വയ്യ. എന്നാൽ പെറ്റമ്മയ്ക്ക് മകനെ രക്ഷിക്കാനായില്ല. പ്രതീക്ഷകൾ വിഫലമാക്കി അവൻ മടങ്ങുകയും ചെയ്തു. പനിയായിട്ട് ആശുപത്രി കൊണ്ടുപോയെന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ഇളയ കൊച്ചിനെയും കൊണ്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അരമണിക്കൂറായാലും എൻ്റെ മോൻ മരണപ്പെട്ടിട്ടെന്ന്. അപ്പോഴും തന്നെ ഞാൻ ബോധം കെട്ട് വീണായിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് കാമുകിക്ക് വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കുകയും ചെയ്തു. എന്നാൽ കാമുകി തിരിഞ്ഞു നോക്കിയില്ല. എൻ്റെ മോൻ പറഞ്ഞു, ഉണ്ണിയെന്ന് പറയുന്നൊരു ചേട്ടൻ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയമ്മ. പിന്നെ പോയിട്ട് നീ എവിടെ പോയെന്ന് പറയുമ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ പോയി എന്നാണ് പറഞ്ഞത്. മെസ്സേജ് ആ ചേട്ടൻ വിളിച്ചുകൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ഞാൻ നന്ദനയ്ക്ക് മെസ്സേജ് ഇട്ട്, ആ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് ഇട്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, മെസ്സേജ് എടുത്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല, എടുത്തിട്ടില്ല. അവൾ റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. മകനെ രക്ഷിക്കുന്ന സമയം നാട്ടുകാർ അടക്കം വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ആരും രക്ഷിക്കാനും തയ്യാറായില്ല. ആശുപത്രിയിൽ ഓടിയെത്തുമ്പോഴേക്കും അരമണിക്കൂർ മുൻപേ വിവേക് മരണപ്പെട്ടിരുന്നു എന്ന് ഡോക്ടർ അമ്മയോട് പറഞ്ഞു. ആ അമ്മയുടെ ചങ്ക് പൊട്ടി. പിന്നീട് അമ്മയ്ക്ക് ബോധവും ഉണ്ടായിരുന്നില്ല. 28-ാം തീയതി നന്ദനയുടെ അമ്മേനെ അച്ഛനെ ഉച്ചയ്ക്ക് വിളിച്ചായിരുന്നു അവർ സ്റ്റേഷനിൽ. വിളിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ചെന്നപ്പോൾ ഇവർ 3 പേരും കൂടെ ചിരിച്ച് വർത്തമാനം പറഞ്ഞിരിക്കണം ഞാൻ കണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, നന്ദനയുടെ അമ്മ തളർന്ന് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവരെ സങ്കടപ്പെട്ടിരുന്നു. അവരെ ഞാൻ സമാധാനപ്പെടുത്തി ഇരുത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, സമാധാനപ്പെടുത്തി ഇരുത്താൻ നന്ദനയുടെ അമ്മയ്ക്ക് നന്ദനയൊന്നും നഷ്ടപ്പെട്ടില്ലല്ലേ സാറേ, എനിക്ക് എൻ്റെ മോനല്ലേ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറിൻ്റെ അടുത്ത് ചോദിച്ച്, അമ്മയ്ക്ക് ഇനി നന്ദനീനെ കൊല്ലണമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ആരെയും കൊല്ലണ്ട, എൻ്റെ മോനെ വിളിച്ചുകൊണ്ടുപോയി ചതിച്ചവരെ പേരിൽ കേസ് എടുക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ മോനെ ഇങ്ങനെ ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരണം. പിന്നെ അവളെ വീട്ടുകാർ പിറ്റേന്ന് എൻ്റെ മോൻ മരണപ്പെട്ടതിൻ്റെ പിറ്റേന്ന് ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് പുലയനെന്നും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർ ടോർച്ചർ ചെയ്ത്. പിന്നെ 8 വർഷമായി അവർ സ്നേഹത്തിലാണെന്നും എല്ലാം ആ കുട്ടി നന്ദന തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ അപ്പോഴും പറയണു പുലയൻ്റെ കൂടെ പോകണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപങ്ങൾ. ഓഡിയോ റെക്കോർഡുണ്ട്, അത് റെക്കോർഡ് അന്ന് ഞാനിവിടെ തളർന്നു കിടന്ന സമയത്ത് എൻ്റെ വീട്ടുകാരാണ് എൻ്റെ ഫോണിൽ വന്നതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചത്. നിരന്തരമായി യുവാവിനെ ജാതി പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാർ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ മനംനൊന്താണ് വിവേക് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഞാൻ എൻ്റെ അമ്മമ്മയാണ്. ഞാൻ ഇവിടെ നിന്ന് നേരം വിളക്ക് അങ്ങ് പോകുമായിരുന്നു. അന്ന് ഞാൻ പോയില്ലായിരുന്നു. മറ്റേ ഞാൻ പോയിട്ട് 4-5 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഞാനും ഈ തള്ളയും മാത്രമാണ് ഇവിടെ ഉള്ളത്. അന്ന് 4 ഓണത്തിൻ്റെ അന്നാണ് ഇവ ഇത് ചെയ്യണത്. അന്ന് ഞാൻ പോയില്ലായിരുന്നു മക്കളെ.
ഞാനാണ് വിളിച്ചത്. ഇവിടെ വിളിച്ചിട്ട് അമ്മ അപ്പിയെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എവിടേക്ക് മക്കളെ എന്നിട്ടാ പറഞ്ഞു ഞാൻ കുന്നിൻ്റെ അവിടെ വയ്ക്കണം അമ്മ എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാമെന്നുള്ളത് അവൻ കാവടിയൊക്കെ വയ്ക്കണ ചെമ്പകുന്നാണ്. അപ്പോൾ പറഞ്ഞ അല്ല ചിലമ്പിൽ കുന്നിൻ്റെ അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ 2, 2:30, 3 മണി 2:30 മണിക്കങ്ങണ്ട വീട്ടിൽ ചെന്നെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മോള് പൊടിക്കൊച്ച് വിളിച്ച് പറഞ്ഞാണ് ഓനെ ഞാൻ ഈ കാര്യം അറിയണത്. ഞാൻ അവിടെ നിന്ന് ഈ തള്ളി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മോനെ കൊണ്ട് പൊടിക്കൊച്ച് എൻ്റെ മോള് വെച്ച് പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം കണ്ടോണ്ട് നിന്നതല്ലാതെ ബോഡി കിടക്കണം, ബോഡി തൊടലെന്ന് പറഞ്ഞു നിന്ന്. ആരെങ്കിലും ഏതാതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോയെങ്കിൽ ഞങ്ങളെ മോൻ നഷ്ടപ്പെടില്ലായിരുന്നു മക്കളെ. ഞങ്ങൾ ഇനി എന്തിന് ജീവിക്കണം മോനെ? ഞങ്ങളെ പോലെ ഇനി ഒരു തള്ളമാർക്കും ഈ അവസ്ഥ ഉണ്ടാവരുത്. അത് മാത്രമേ ഞങ്ങൾക്കുള്ള പറയാനുള്ള. എൻ്റെ മോനെ ഈ കാരണങ്ങൾ കാണിച്ചിട്ട് വിളിച്ചുകൊണ്ട് പോയി ഇതൊക്കെ ചെയ്ത അവർക്ക് ഒരിക്കലും നീതി കിട്ടല്ലോ മക്കളെ. ഞങ്ങളെ മോനെ ഈ കഷ്ടപ്പാടിൽ കൊണ്ടാക്കിയത്. ഞങ്ങളെ നെഞ്ച് പൊട്ടിയുടെ മക്കളെ പറയണം. ഞാൻ ഒരു കിഡ്നിക്ക് ഹാർട്ടിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ളവർ ഞാൻ അമ്മൂമ്മ തള്ളയാണ് ഞാൻ. അതേപോലെ തന്നെ ഈ ഇരിക്കണത് ഞങ്ങൾക്കല്ലാതെ ആരുമില്ലേ മക്കളെ. ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുള്ളതായിരുന്നു ഞങ്ങളെ ആകെ പ്രതീക്ഷ. എൻ്റെ എൻ്റെ മോളെ ഇളയൊരു മോനുണ്ടായിരുന്നു. അത് വണ്ടി ഇടിച്ച് മരിച്ച്. ഇനി ഉണ്ടെന്ന് പറയാ ഈ മോനെ കൊണ്ടാണ് ഞങ്ങൾ സന്തോഷിച്ചൊക്കെ നടന്നത്. അത് ജീവിതത്തിലായി. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.